ഡൽഹി ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിനിടെ നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട് ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തുവരികയാണ്. ജൂലൈ 20-ന് പാർലമെന്റ് മാർച്ചിനിടയിലുണ്ടായ സംഘർഷത്തിന് ശേഷം സ്ഥാപിച്ച ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റം വഴി കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള 2500-ലധികം പേരെയാണ് ഈ പ്രതിഷേധ സ്ഥലത്ത് കണ്ടെത്തിയതായി ദില്ലി പോലീസ് പറയുന്നത്. ജൂലൈ 23 മുതൽ ജൂലൈ 23 വരെയുള്ള ദിവസങ്ങളിലാണ് ഇത്രയധികം പേരെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. പ്രതിഷേധത്തിനിടയിൽ ചില അക്രമകാരികൾ പോലീസ് ഉദ്യോഗസ്ഥരെ കത്തി ഉൾപ്പെടെയുള്ള മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചു. ജന്തർ മന്ദറിലെ പ്രധാന പ്രവേശന കവാടങ്ങളിലൊക്കെ 4 FRS യൂണിറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ യൂണിറ്റുകൾ വഴി തന്നെയാണ് നിരീക്ഷണം നടത്തിയത്. ഇത് ഡൽഹി പോലീസിന്റെ ഡേറ്റാബേസുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകാല ക്രിമിനൽ റെക്കോർഡുകൾ ഉള്ളവരെ വളരെ വേഗത്തിൽ തിരിച്ചറിയാൻ പോലീസിന് ഇതിലൂടെ കഴിയും. സാധാരണ പ്രതിഷേധക്കാരെ നിരീക്ഷിക്കാനോ അതല്ലെങ്കിൽ അവരുടെ സ്വകാര്യത ലംഘിക്കാനോ അല്ല ഈ സംവിധാനം ഉപയോഗിക്കുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ പ്രതിഷേധത്തിനുള്ളിൽ നുഴഞ്ഞു കയറുന്നുണ്ടോ എന്നുള്ളത് ദില്ലി പോലീസിന് നിരീക്ഷിക്കാനാണ്. അവർ അക്രമം സൃഷ്ടിക്കുന്നത് തടയാനും നിയമ നടപടികൾ വേഗത്തിലാക്കാനുമാണ് ഈ AI ക്യാമറകൾ സ്ഥാപിച്ചതായി അധികൃതർ പറയുന്നത്. ഡൽഹി പോലീസിന്റെ 4 ഫേഷ്യൽ റെക്കഗ്നിഷൻ യൂണിറ്റുകളാണ് ജന്തർ മന്ദറിന് ചുറ്റുമുള്ള പ്രധാന പ്രവേശന കവാടങ്ങളിലൊക്കെ തന്നെ നിലയുറപ്പിക്കുന്നത്. 360 ഡിഗ്രി ക്യാമറകളിലൂടെ കിട്ടുന്ന ദൃശ്യങ്ങൾ തത്സമയം തന്നെ ഡൽഹി പോലീസിന്റെ ഡേറ്റാബേസ് വിശകലനം ചെയ്തു വരികയാണ്. ഒളിവിൽ കഴിയുന്ന പ്രതികൾ, ബാഡ് ക്യാരക്ടേഴ്സ് പട്ടികയിലുള്ളവർ, ഇവരെയൊക്കെ തന്നെ ഇതിലൂടെ കണ്ടെത്താനായി ദില്ലി പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ജൂലൈ 20-ലെ അക്രമവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 15 FIRകൾ ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സൻസദ് ചലോ എന്ന ആഹ്വാനത്തോടെ പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ അന്ന് പോലീസ് തടഞ്ഞു. അങ്ങനെയാണ് പ്രതിഷേധം സംഘർഷമായി മാറിയത്. ലാത്തിചാർജും കണ്ണീർ വാതകവും ഉപയോഗിച്ചുകൊണ്ട് പോലീസ് ആ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടു. നിരവധി പ്രതിഷേധക്കാർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ഒരുപോലെ തന്നെ പരിക്കേറ്റു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിൽ CJP ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പ്രക്ഷോഭത്തിനായി ഒന്നിച്ചു കൂട്ടിയത്, ജന്തർ മന്ദറിലേക്ക് സംഘടിച്ചത്. വിദ്യാഭ്യാസ നയത്തിൽ സംവിധാനത്തിൽ കൂടുതൽ ഉത്തരവാദിത്വവും പരിഷ്കാരങ്ങളും ആവശ്യപ്പെടുന്ന പ്രതിഷേധക്കാർ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടുകയും അത് നേടിയെടുക്കുകയും ചെയ്തു കഴിഞ്ഞു. ഇതിന് പിന്നാലെ തന്നെയാണ് ഇത്തരം വാർത്തകൾ കൂടി ഏറെ പ്രചരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.